So in the last class, means in the morning class, we were studying about we were studying about alkalis and all. So we studied that base means the substances such as baking soda that are some are bitter, but they are soapy. Bitter ആണ് പക്ഷെ സോപ്പി ആയിട്ടുള്ള സാധനങ്ങൾ അതിനാണ് നമ്മുടെ ബേസിസ് എന്ന് പറയുന്നത്. ഈ ബേസിസ് there are two types, alkalis and non-alkalis. Among these bases, some will dissolve in the water, some will not dissolve in the water. So the the base which dissolves in water is called alkalis, and which doesn't dissolve in the water is known as non-alkalis. So all alkalis will be bases. എല്ലാ ആൽക്കലീസും ബേസ് ആയിരിക്കും, പക്ഷെ എല്ലാ ബേസും ആൽക്കലീസ് ആകില്ല. കാരണം അതിനകത്ത് ഡിസോൾവ് ആകാത്ത കുറെ ബേസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി ഷാൽ സ്റ്റഡി അബൌട്ട് സോൾട്ട്. സോൾട്ട് പിന്നെ നമുക്കെല്ലാം അറിയാം, ഡെയിലി വി ആർ യൂസിങ് ഇറ്റ്. ഓക്കെ, എല്ലാ സോൾട്ടും ഒരുപോലെ ആണോ എന്നൊക്കെ നമ്മൾ പഠിക്കാം. നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന സോൾട്ട് ഉണ്ട്, വേറെ സോൾട്ട് ഉണ്ട്. When an acid reacts with a base, they neutralize each other's chemical properties and a salt and water are formed. When an acid reacts with a base, acid ille. When acid and base reacts together, what will come out? Water and salt will come out. നമ്മൾ നേരത്തെ പഠിച്ച ആസിഡുകൾ, അസിട്രിക് ആസിഡ്, ലാട്രിക് ആസിഡ്, പിന്നെ അസിറ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, അങ്ങനെയുള്ള ആസിഡുകളെല്ലാം ആ ആസിഡുകളും ഈ ബേസിൽ പെടുന്ന കാസ്റ്റിക് സോഡ, കാസ്റ്റിക് പൊട്ടാഷ്, സ്ലാക്ട് ലൈം ഇങ്ങനെയുള്ള ഇതുമായിട്ട് മിക്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സോൾട്ട് ആൻഡ് വാട്ടർ കംസ് ഔട്ട്. അതിൽ നിന്ന് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നു. For example, when hydrochloric acid reacts with sodium hydroxide or caustic soda, sodium chloride or common salt and water are produced. This നമ്മൾ ഫസ്റ്റ് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ചതാണ്. രണ്ടും പോയിസണബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? The salt that we use daily for food. Hydrochloric acid. Hydrochloric acid is poisonous. അത് നമുക്ക് കഴിക്കാൻ തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണോ? No, it is not an eatable thing. So this hydrochloric acid and sodium hydroxide മിക്സ് ആകുമ്പോൾ when it reacts our common salt, നമ്മുടെ സോൾട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് ഉണ്ടാകുന്നു. Okay, so sodium chloride or common salt and water are produced. Salt can be acidic, base or neutral depending on their composition. അപ്പോൾ നമ്മൾ പറയുന്നത് salts can be acidic, basic or neutral depending on their composition. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കെമിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു most of the salt is made from our sea water. സീ വാട്ടറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇനി കെമിക്കലി നമ്മൾ സോൾട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. കാസ്റ്റിക് സോഡ ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കാസ്റ്റിക് സോഡയും കൂടെ ചേർത്താൽ നമുക്ക് ഉപ്പുണ്ടാക്കാം. പക്ഷെ അത് കോസ്റ്റ്ലി ആണ്. നമുക്ക് ഈ ഇഷ്ടംപോലെ കടൽ വെള്ളം ഉണ്ട് അല്ലെ. വി ഹാവ് പ്ലെന്റി ഓഫ് സീ വാട്ടർ ആൻഡ് നോ നീഡ് ടു ഡു എനി എക്സ്പെരിമെന്റ്സ് ആൻഡ് ഓൾ. ആ വെള്ളത്തിന് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഉപ്പ് കിട്ടും അല്ലെ. അപ്പൊ ആ പണിയെല്ലാം നമ്മൾ എടുക്കുള്ളൂ. നമ്മൾ പറഞ്ഞാൽ വെള്ളം, how we will form water? 2 hydrogen plus 1 oxygen, if we mix we will get 1 molecule of water. ആ രീതിയിൽ നമ്മൾ ചെയ്ത് വെള്ളം ഉണ്ടാക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെടണമല്ലേ മക്കളെ, എന്തോരം കഷ്ടപ്പെടണം. സോ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ഉണ്ട്, we will use it. Like the same way, we have plenty of sea water, we can make a salt from there. And if chemically if we want to make we can add hydrochloric acid and sodium hydroxide. അത് രണ്ടുകൂടെ മിക്സ് ചെയ്താൽ നമുക്ക് സോൾട്ട് ആക്കാൻ പറ്റും. Chemical compounds can be divided into these 3 broad categories: acids, bases and salts. So chemical things ne നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. First one is acid, second one is base and third one ഏതാണ്? Salt.
So എല്ലാ സോൾട്ട് എല്ലാ ഉപ്പ് രസവും ഉള്ളത് ഉപ്പ് ടേസ്റ്റ് ഉള്ളതെല്ലാം നമുക്ക് തിന്നാൻ പറ്റുന്ന ഉപ്പുകളായിരിക്കുമോ? അല്ല അല്ലേ? സോ എല്ലാ ആസിഡ് പുളിപ്പുള്ളതെല്ലാം നമുക്ക് തിന്നാൻ പറ്റുമോ? ഓക്കെ. ടർമറിക് സോറ് സോറി ടർമറിക് അല്ല ടാമറിക് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. ടാമറിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാളംപുളി. ഓക്കെ. ഈ ടാമറിന്റെ എന്ന് പറയുന്നത് ആസിഡ് ആണ്. ടാമറിലുള്ള ഏത് ആസിഡാണ്? ടാറ്റാറിക് ആസിഡ് ആണുള്ളത്. സോ അത് പുളിപ്പുണ്ട്, അതിൽ ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ പറഞ്ഞ പോലെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ആസിഡ് എടുത്ത് തിന്നാൽ എന്ത് സംഭവിക്കും അറിയാമല്ലോ? ഓക്കെ. സോ ലൈക്ക് ദാറ്റ് വേ സോൾട്ടിന്റെ കേസും അങ്ങനെ തന്നെയാണ്. കോമൺ സോൾട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ട് വേറെ പലതരത്തിലുള്ള സോൾട്ടുകളുണ്ട്. Okay. Testing for acids and base. Ini how to find out whether it is acid or how it is whether it is a base. It is not safe to taste every substance to find out if it is acidic or basic. അതിന്റെ രുചി എന്നാന്ന് അറിയാൻ വേണ്ടി എല്ലാം പെറുക്കി നാവയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നാവേ വെക്കണം അല്ലെ? Then only we will find out the taste. If you want to know what is its taste, it is sometimes it will be it is dangerous. We cannot keep all things on our tongue. ആസിഡ് ഒക്കെ എടുത്ത് വെച്ച് നാവേ വെച്ച് ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലെ? അപ്പം നിങ്ങൾ ഈ സയനൈഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? Have you ever heard a word cyanide? No, that is there. Okay, you have heard the word cyanide, and for what it is using, you know? Sean, cyanide എന്തിനാ ഉപയോഗിക്കുന്നത്? Cyanide കേട്ടിട്ടുണ്ട്, എന്തിനാ ഉപയോഗിക്കുന്നത് അറിയത്തില്ല. Anmaria, do you know? Cyanide എന്തിനാ ഉപയോഗിക്കുന്നത്? അത് പറയുമ്പോൾ അവർ ഞെട്ടലാണ്. Cyanide എന്തിനാ ഉപയോഗിക്കുന്നത് അറിയാമോ അൻമരിയ? ആൻമരിയായിക്കില്ല. ദിയ കയറി വന്നപാട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ദിയ, have you heard the word cyanide? ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമുത്തേ. Have you heard cyanide? What is it? Do you know? Yes, is it a fruit or vegetables or any bakery items? What is it? Cyanide? Chemical. Okay, chemical. For what purpose it is used? You know? Donna. Anne-Marie, are you alive? Anne-Marie is not alive, I think. അവള് നല്ലൊരു ചിരിക്കുന്ന ഫേസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് അവൾ എവിടെയോ പോയേക്കാം. ഓക്കെ ഷോൺ, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ ഇപ്പം സൈനൈഡിനെ കുറിച്ച്? ഓക്കെ. Cyanide is used for some chemical purposes. നിങ്ങൾ ഈ ഗോൾഡ് സ്മിത്തിന്റെ ഒക്കെ അടുത്ത് പോയിട്ട്, അതായത് നമ്മൾ സ്വർണ്ണക്കടയിലൊക്കെ പോയിട്ട് തട്ടാമാര് പണിയുന്നിടത്തൊക്കെ എന്തൊക്കെയൊക്കെ അതിനങ്ങനെ കെമിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് ചെറിയൊരു എമൗണ്ടിലൊക്കെ തന്നെ. Cyanide is very poisonous. Very poisonable. Not like a snake and all. സ്നേക്കിനേക്കാളും ഒക്കെ ഭയങ്കര പോയിസണബിൾ ആണ്. അത് തരി നമ്മുടെ ഉള്ളിൽ ചെന്നാൽ എന്ത് സംഭവിക്കും? Will be dead. Okay. So നിങ്ങൾ കഴിഞ്ഞ വർഷം ഒരു സൈനൈഡ് ഒക്കെ കൊന്ന് ഒരു കഥ കേട്ടായിരുന്നു, ടി വിയിലൊക്കെ കണ്ടായിരുന്നു. എന്ത് എവിടെയായിരുന്നു അത്? കൂടത്തായില്ല, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇതല്ലായിരുന്നത് ആ സമയത്തൊക്കെ. ഓക്കെ. സോ ആ സ്ത്രീ ചെയ്തയാള് പിന്നെ കൊന്ന ആൾക്കാർക്കൊക്കെ ഈ സൈനൈഡ് ചെറിയൊരു എമൗണ്ടിൽ ഫുഡിലൊക്കെ കലർത്തി കൊടുക്കുക ചെയ്തത്. മനസ്സിലായോ? അപ്പൊ അവരെല്ലാം മരിച്ചുപോയി. അപ്പൊ സൈനൈഡ് കേട്ടിട്ടുണ്ടല്ലേ? ഇനി സൈനൈഡിനെ കുറിച്ച് എന്താ പറയുന്നത് ഇവിടെ ടേസ്റ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയാണ്. നോബഡി നോസ് ദ ടേസ്റ്റ് ഓഫ് സൈനൈഡിസിംസ്. സൈനൈഡിന്റെ ടേസ്റ്റ് ആർക്കും അറിയില്ല. കാരണം as soon as we eat the cyanide, we will die. So it is said that one scientist wanted to know the taste of cyanide. So he took a paper and a pen with him, and then he took a little bit of cyanide and he just tasted it. If he tastes, he can understand whether it is a sour or bitter or salty or sweet.
So he wanted to know, nobody knows because nobody is ready to, they know that it's a very poisonous thing, very dangerous also. So what he did, he took a paper and kept and a pen also he kept it, he wanted to write whether it is salt or sweet or bitter or something like that way. So he took it, just he put on his tongue himself. Then he wrote only yes. Then he died himself. So how powerful it is, you know? അത്രയും പവർഫുൾ ആണ്. അപ്പൊ മേ ബി സ്വീറ്റ് ആയിരിക്കാം, സോൾട്ടി ആയിരിക്കാം, സോർ ആയിരിക്കാം. But he could not write the next letter. If he had written S A, so it will be salty. S W it would have been sweet. And S O if he had a sour it would be. But he could not write the second letter. That means before that itself he died. So it is very powerful poisonous thing. ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം കേട്ട കഥയിൽ ആ പെണ്ണുങ്ങൾ ലേശം ഫുഡിനകത്തൊക്കെ മൊത്തം മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ലിവ്ഡ് ഫോർ ഫ്യൂ മോർ അവേഴ്സ്, 1-2 മണിക്കൂർ കൂടെ അവർ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം നമുക്ക് വായി വെച്ച് ടേസ്റ്റ് നോക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് അത് എന്താണെന്ന് പിന്നെ പറയാൻ പറ്റത്തില്ല. ഈ സയന്റിസ്റ്റിനെ പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് മരിച്ചു പോയെന്ന് വരും. അതുകൊണ്ട് we cannot taste all the. It is not safe to taste every substance to find out if it is a acid or base. There are some special substances that have different colors in acidic and basic mediums. They are called acid base indicators. They can be used to test if a substance is acidic or basic. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ there are some special substances that have different colors in acidic and basic mediums. ഇനി ചിലതിന് അതുമായിട്ട് മിക്സ് ആകുമ്പോൾ കളർ ചേഞ്ച് ചെയ്യും. അപ്പൊ അത് ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൽക്കലി ആണോ ബേസ് ആണോ ആസിഡ് ആണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ബേസ് ആണോ ആൽക്കലി ആണോ, അത് കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം. They can be used to test if a substance is acidic or basic. Litmus is a natural indicator obtained from lichens. It is the most commonly used acid-base indicator. It has a purple color in distilled water. It turns red in an acidic solution and blue in basic solution. In the laboratory, 2 types of litmus papers are available, blue and red. These are used to test acids and bases respectively. An acid turns blue litmus red, a base turns red litmus blue. ഇപ്പൊ ഇവിടെ പറഞ്ഞ നമ്മളുടെ ചില വസ്തുക്കൾ ആസിഡിൽ ഒരു കളർ ആയിരിക്കും, ബേസിക്കിൽ വേറൊരു കളർ ആയിരിക്കും. ഇത് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് എന്ന് പേപ്പർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചാൽ നാച്ചുറൽ ഇൻഡിക്കേറ്റർ, ഞാൻ ഇവിടെ ഒരു വീഡിയോ ഈ കമ്പ്യൂട്ടർ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓപ്പൺ ആയി പറഞ്ഞെങ്കിൽ കുറെ താമസമാണ്. Wait a minute, whether I'll get or not, let me see.
ഫോൺ ഉണ്ട് വീട്ടിൽ. ഈ കമ്പ്യൂട്ടറിൽ ഒരു സംഭവം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കണമെങ്കിൽ എത്ര പാടാന്നറിയാമോ? ഞാൻ ഉദ്ദേശിച്ച വീഡിയോ ഒന്നും കിട്ടുന്നില്ല. That is a litmus paper. This is not the video I wanted to share, but milk sample color change. Dilute hydrogen sulfate.
ഞാന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ഒന്നും കിട്ടിയില്ല. ഈ കമ്പ്യൂട്ടർ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് രാവിലെ മുതൽ കമ്പ്യൂട്ടർ അതുകൊണ്ടാ. ഓക്കെ, അപ്പം first take litmus paper. It is a natural indicator obtained from lichens. ലിച്ചൻസിൽ നിന്ന് നമ്മൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ് പേപ്പർ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ. സാധാരണ നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ ആണ്. ആസിഡ് ബേസ്ഡ് ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ് പേപ്പർ. ഇറ്റ് ഹാസ് എ പർപ്പിൾ കളർ ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ. So I think that in that in that video first you have seen when they dip in the water, it has purple color. Purple means somewhat rose color, isn't it? So first when they put it in the water, natural water, it was a pink in color or purple color. Then it turns red in acidic solution and blue in basic solution. സാധാരണ വെള്ളത്തിൽ മുക്കിയപ്പോൾ അതിന് ഒരു പിങ്ക് കളർ അല്ലെ പർപ്പിൾ കളറിലായിരുന്നു. രണ്ടാമത് ഇനി അത് നെക്സ്റ്റ് ടൈം ഇഫ് യു പുട്ട് ഇറ്റ് ഇൻ അസിഡിക് സൊല്യൂഷന്, ആസിഡ് ഇതിന്റെ ഒരു ലെമണോ അല്ലെങ്കിൽ ഓറഞ്ചോ അതിന്റെ ജ്യൂസിനകത്ത് മുക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം റെഡ് ഇൻ കളർ. സോ ദെൻ ആൻഡ് സൊല്യൂഷൻ ആൻഡ് ബ്ലൂ ഇൻ ബേസിക്കില് അതായത് ബേസിക് സൊല്യൂഷനിൽ ബ്ലൂ ഇൻ കളർ ആകും. അപ്പൊ നമുക്ക് ആ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ബേസ് ആണോ ആസിഡ് ആണോ എന്ന്. തൊട്ട് നോക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം ചിലപ്പം ആസിഡൊക്കെ പൊള്ളുന്ന സാധനങ്ങളാണ് അല്ലെ. തൊട്ട് നോക്കിയാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാനും പറ്റത്തില്ല. സോ നമ്മളിങ്ങനെ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നോക്കിയാൽ ഇഫ് ഇറ്റ് ഇസ് ആസിഡ് ദ കളർ വിൽ ചേഞ്ച് ഇൻ ടു റെഡ് ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ബേസ് ദ കളർ വിൽ ചേഞ്ച് ഇൻ ടു ബ്ലൂ. അപ്പൊ മനസ്സിലാക്കാൻ പറ്റും. Two types of litmus papers are available, blue and red. These are used to test acids and base respectively. അപ്പൊ ഇത് സാധാരണ റെഡ് കളറിലുള്ളയും ബ്ലൂ കളറിലുള്ളയും ലിറ്റ്മസ് പേപ്പർ നമുക്ക് ലാബോറട്ടറിയിൽ കാണാം. ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ പ്രശ്നം. ആൻഡ് ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ആ റെഡ് പേപ്പർ ആണെന്നൊരിക്കൽ സോറി ബ്ലൂ പേപ്പർ ആണെന്നൊരു ആസിഡിൽ മുക്കി കഴിഞ്ഞാൽ അത് റെഡ് ആകും. ആൻഡ് ബേസ് ടേൺസ് റെഡ്, ലിറ്റ്മസ് ബ്ലൂ. ബേസ് അതിനെ റെഡിനെ ബ്ലൂ ആക്കുകയും ചെയ്യും. നെക്സ്റ്റ്, two indicators can be easily made at home by using turmeric powder and China rose petals. See, നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും വസ്തുവിന് കളർ കൊടുത്തിട്ടുണ്ടോ? അതായത് കളർ പൗഡറിൽ എന്താണ് മുക്കിയിട്ട് അതിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? യു ഹാവ് ടർമറിക്, സിനിറ്റ് ടർമറിക് വീട്ടിലുണ്ട് നിങ്ങളുടെയൊക്കെ അല്ലേ? ഈ ടർമറിക് മഞ്ഞൾപ്പൊടി ഒരു നീല കളറുള്ള തുണിയിൽ നിങ്ങൾ ലേശം, അതായത് ഒരു കുറച്ച് വെള്ളം, ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ടർമറിക് പൗഡർ കലർക്കുക. എന്നിട്ട് നീല കളറുള്ള തുണി നിങ്ങൾ മുക്കി വെച്ച് അതെന്ത് കളർ ആവും എന്നറിയാവോ? ഇറ്റ് വിൽ ബിക്കം ഇൻ ടു ഗ്രീൻ കളർ. ഗ്രീൻ കളർ ആകും. നിങ്ങളൊന്നൊന്ന് പരിശോധിച്ച് നോക്കുക. അമ്മ കാണില്ലോ കേട്ടോ. മഞ്ഞൾപ്പൊടി എടുത്ത് പരീക്ഷണം നടത്തിയിട്ട് പിന്നെ അടുക്കള കയറുമ്പോൾ മഞ്ഞളില്ലെങ്കിൽ പിന്നെ പറയും. അതുപോലെ അമ്മ കാണാതെ ഒരു ലേശം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നീല കളറിലുള്ള തുണി എടുത്തിട്ട്, നീല കളറിലെ തുണിയോ എന്തോ അല്ലെങ്കിൽ ആയിക്കോട്ടെ, നീല കളറിൽ അത് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ കളറ് ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു ഗ്രീൻ. ഇനി ഗ്രീൻ കളറിൽ അത് തേച്ച് പിടിപ്പിച്ചെങ്കിലോ ഇറ്റ് വിൽ ബിക്കം ബ്ലൂ കളർ. ഓക്കെ, ബ്ലൂ. So you will need some turmeric powder and some rubbing alcohol from the chemistry laboratory. Mix 1 teaspoonful of turmeric in 1/4 cup of rubbing alcohol. Allow the mixture to set until the alcohol turns bright yellow. Your indicator is ready. This use a dropper of transfer or a drop of the indicator to the and as it dissolves in water. Does the color change to red? Now test lemon juice with this indicator. Does the color become pale yellow? Test അത്. നിങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. അത് കാരണം നിങ്ങൾ പ്രത്യേകിച്ച് ആൽക്കഹോൾ ആണ്. ആസിഡാണ് പിന്നെയും ഇതോ. നിങ്ങൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? Do you know what is the meaning of alcohol? അറിയാം അല്ലേ? ഷോളിനൊക്കെ അറിയാൻ അറിയാം. അന്മരിയൊക്കെ അറിയാവോ? മദ്യം. ആൽക്കഹോൾ മീൻസ് മദ്യം. അതുകൊണ്ട് നിങ്ങൾ അത് തൊടാനൊന്നും പോകണ്ട.
അത് വെച്ചുള്ള പരീക്ഷണമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ. ടർമറിക് പൗഡർ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. ബ്ലൂ കളറിലുള്ള എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് ടർമറിക് പൗഡർ മുക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ കളർ. When I was a small child, what I used to do, we used to get rubber bands to put on our hairs. Different colors will be there, but there will be no green color. ഗ്രീൻ കളറേ ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ബ്ലൂ കളറിലുള്ള റബ്ബർ ബാൻഡില് യെല്ലോ കളറ് ഈ ദിസ് ടർമറിക് പൗഡർ we used to apply. It will become green color. If we now when we used to wear the rubber bands and all matching according to match the dresses. If we are wearing green color dress, we will use green color rubber bands. If we are using blue color, we will use blue color rubber bands clip or like that and all. So at that time we used to do like that way. ഇങ്ങനത്തെ പണികളൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു കളർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. ഇവിടെ ഇപ്പൊ നിങ്ങള് ഇത് ചെയ്യാൻ പോകണ്ട. ടേക്ക് സം വാട്ടർ ഇൻ എ ബീക്കർ ആൻഡ് പുട്ട് സം ചൈന റോസ് പെറ്റൽസ് എന്നിട്ട് keep the beaker for some time till the water becomes colored. Filter this solution. The decanter is ready. അത് നിങ്ങൾ ചെയ്യേണ്ട. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ. Request your teacher to give you the following chemicals and test them with a blue and red litmus paper. Dilute hydrochloric acid, dilute sulfuric acid, dilute nitric acid, acetic acid, sodium hydroxide, ammonium hydroxide, calcium hydroxide, soap solution, lime water. To prepare lime water, add some lime or tuna. Lime water എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ അറിയാമോ? ചുണ്ണാമ്പെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ലൈം അല്ല, ലൈം വാട്ടർ കുടിക്കുന്ന സാധനം അതല്ല, ലൈം. ചുണ്ണാമ്പെന്ന് കേട്ടിട്ടുണ്ടോ? എന്താ സാധനം? കക്കയിൽ നിന്നുണ്ടാക്കുന്ന, കക്ക അറിയാമോ? സീഷെല്ല്. ഒരു വൈറ്റ് കളർ സംഭവം. വൈറ്റ് കളർ സംഭവം. ഈ പിന്നെ എന്താ റബ്ബറിനല്ല തെങ്ങിനോ കമുകിനൊക്കെ തേക്കും. കമുകിന് അല്ലേ വൈറ്റ് കളർ ചുണ്ണാമ്പ്. ഇനി ചേട്ടന്മാര് മുറുക്കുന്ന പാപ്പന്മാരില്ലേ, മുറുക്കെന്ന് പറഞ്ഞറിയാം, വെറ്റയൊക്കെ ഉപയോഗിച്ച് ആ ചേട്ടന്മാര്, അതായത് കക്ക ഉപയോഗിച്ച് അതെന്തൊക്കെ ചെയ്ത് കെമിക്കൽ വർക്കാണ്. അതിനത് ഡൈല്യൂട്ട് ചെയ്യും. കക്കകത്തോട്ട് ചൂടുവെള്ളം ഒഴിക്കും. അതായത് നമ്മൾ ഇവിടെ കാണുന്ന കടലിൽ നിന്ന് പൊറിക്കൊണ്ടിരുന്ന കക്കയല്ല, പിന്നെ അതിനെന്തോ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ എനിക്ക് തോന്നുന്നത് കടലിലെ കക്ക ആയിരിക്കില്ല, ഈ പുഴയിലെയൊക്കെ കക്കയാണോ എന്ന് സംശയമുണ്ട്. എന്താ അതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ എന്തോ ഇങ്ങനെ മിക്സ് ആക്കുമെന്ന് ചെയ്തിട്ട് അത് ചുണ്ണാൻ പോകുന്നു. വൈറ്റ് കളറാണ്. അത് ചേട്ടന്മാര് വെറ്റലൊക്കെ തേച്ചിങ്ങനെ മുറുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നെ കമുകിനോ റബ്ബറിന് ഉമ്മായ തേക്കുന്നത് അല്ലേ, കമുകിന് ഏതാണ്ടൊക്കെ തേക്കാറുണ്ട് അങ്ങനത്തെ. എവിടെ എത്തി നമ്മള്? സോ ഇതൊന്നും നിങ്ങളെ കൊണ്ട് തുടയ്ക്കാൻ പാടില്ല. പക്ഷെ റിക്വസ്റ്റ് യുവർ ടീച്ചർ ടു ഗിവ് ദ ഫോളോയിങ് കെമിക്കൽസ്. നമുക്ക് ലാബിലെ ടീച്ചറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യേണ്ട എക്സ്പെരിമെന്റ്സ് ആണ്. അപ്പം ബ്ലൂ കളർ ആകുമോ റെഡ് കളർ ആകുമോ നോക്കാനാണ്, ലിറ്റ്മസ് പേപ്പർ വെച്ച് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. Add some lime to water in test tube, stir and let it stand for some time. Decant the water at the top. This is lime water. Record your observation in the hotel. ഓക്കെ. ഈ ലൈം വാട്ടർ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ പോലെ കക്കയ്ക്കകത്തോട്ട് കുറെ ചൂടുവെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞ സൗണ്ട് ഒക്കെ വരും. അതിലെന്തൊക്കെയോ റിയേഷൻസ് അവിടെ ഉണ്ടാകും. പക്ഷെ അതിന്റെ പുകയൊക്കെ നേരം എന്തൊക്കെയോ പുകയോ ചൂടായിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്നാൽ ചിലപ്പം നിങ്ങളൊന്നും പോയി നോക്കണ്ട, പരീക്ഷിക്കണ്ട. കാരണം മൂക്കിലൊക്കെ അതിന്റെ എയർ കയറി കഴിഞ്ഞാൽ പ്രോബ്ലം പറയും. ടൈപ്സ് ഓഫ് ആസിഡ്സ്. Mineral and organic acids are there. നമ്മൾ പഠിച്ചു. Mineral acids are there, organic acids are there. Organic acids we get from plants and animals like fruits and all. Then minerals that we make in the chemistry in the laboratory, chemical products it is. As discussed earlier, hydrochloric acid, sulfuric acid and nitric acid are known as mineral acids. The naturally occurring acids such as citric acid, acetic acid and lactic acid present in human and plant materials are organic acid. Chemical acid എന്ന് പറയുമ്പോൾ mineral acid means ഈ പറഞ്ഞ hydrochloric acid, sulfuric acid and all this we make in the laboratories. Laboratory ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, കെമിക്കൽ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. It's very strong. Then next one is organic acid, that is that we get from the plants and animals. These are not strong. Concentrated and dilute acids. Hydrochloric acid consists of hydrogen chloride gas dissolved in a small quantity of water. It is known as concentrated hydrochloric acid.
If the same hydrogen chloride has gas is dissolved in more water, the strength of the resulting acid is reduces. The acid is then said to be dilute. നേർപ്പിച്ചു എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വീട്ടില് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറഞ്ഞ പോലെ acid they will bring in a plastic cans and they will keep aside safely where children and all should not reach and touch it. ആ ആസിഡ് എടുത്തിട്ട് അതുപോലെ തന്നെയാണോ അച്ഛന് റബ്ബർ ഷീറ്റ് അടിക്കുമ്പോൾ അതിനകത്ത് അല്ല റബ്ബർ പാൽ ഉറയിക്കുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്യുന്നേ അല്ല. ഫസ്റ്റ് they will take a little bit in a there will be correct amount for that. അതിനൊരു അളവുണ്ടാകും. അത് ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു, they will add water with that. അതിനകത്ത് വെള്ളം ഒഴിക്കും അല്ലെ, വെള്ളം ഒഴിച്ച് കുപ്പി ബാക്കി ഫുള്ള് എന്തായിരിക്കും, വെള്ളമായിരിക്കും. ആ വെള്ളത്തിൽ അപ്പൊ അതിന് പറയുന്ന പേരാണ് ഡൈലൂട്ടഡ് ആസിഡ് എന്ന് വെച്ചാൽ നേർപ്പിച്ച ആസിഡ്. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് അല്ല, അതിനെ എടുത്ത് കുറച്ചൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിനകത്തോട്ട് കുറേ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഡൈലൂട്ട് ചെയ്യും. അതാണ് ഡൈലൂട്ട്. ഇനി നിങ്ങൾ വിനെഗറി ഉണ്ടാക്കിയിട്ടില്ല, വീട്ടിൽ വിനാഗർ ഉണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ വിനെഗർ ഉണ്ടോ? കറിക്കൊക്കെ ഉപയോഗിക്കുന്നതല്ലേ മറ്റേ എന്താ പറയണ്ടേ, സർലാസിനും അച്ചാറിനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് വിനെഗർ. ഡു യു നോ ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്? എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഈ പറഞ്ഞ ആസിഡില് നമ്മൾ റബ്ബറിന് ഒഴിക്കുന്നല്ല, അതിനേക്കാൾ കുറേയും കൂടെ കൂടിയിട്ട് വെള്ളം ചേർത്തിട്ടാണ് ആസിഡ് ഉണ്ടാക്കുന്നത്, അല്ല സോറി വിനെഗർ ഉണ്ടാക്കുന്നത്. കാരണം ആസിഡ് കുടിച്ചെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അത്യാവശ്യം പിന്നെ നിങ്ങളുടെ വീട്ടിൽ പാൽ ഉറയൊഴിക്കുക, അതായത് തൈരാക്കാൻ വേണ്ടിയിട്ട്, കേട് ടു മേക്ക് കേട്. ആ സമയം നമ്മൾ പാൽ ഉറയൊഴിക്കുമ്പോൾ അതിനെ ഉറയാക്കാൻ വേണ്ടി, അതായത് തൈരാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തൈര് കൂടെ പാലിന്റെ കൂടുതൽ കുറച്ച് തൈര് കൂടെ ഒഴിച്ചാൽ മാത്രമേ അത് കേർഡ് ആകുള്ളൂ അല്ലെ. ഇഫ് യു കീപ് ദാറ്റ് മിൽക്ക് only it won't become curd. You have to add a little bit curd with that. And sometimes if you don't have any curd to add with that milk, some mothers or some ladies will or some people will use a little bit of acid. They will pour a little bit of acid. അതായത് നമ്മുടെ വീട്ടിൽ പാലുണ്ട്, പക്ഷെ ഒര ഒഴിക്കാൻ വേണ്ടിട്ട് ഒറയില്ല. അപ്പൊ എന്ത് ചെയ്യും, അതിനെ ആക്കാൻ വേണ്ടിട്ട് ഒറയില്ലെന്നില്ല, അതിന് നമ്മള് തൈരാക്കാൻ വേണ്ടിട്ട് ചെറിയ അളവില് ആ പാത്രത്തിൽ നമ്മൾ അമ്മ പാലിന്റെ കൂട്ടത്തിൽ ഒരു ആസിഡ് ലേശം ചേർക്കും. ബട്ട് ഇറ്റ് ഡസന്റ് ലുക്സ് സോ ടേസ്റ്റി. സാധാരണ നമ്മുടെ തൈര് പോലെ അത്ര ടേസ്റ്റ് തോന്നത്തില്ല, എങ്കിലും തൈരായിക്കോളും. കാരണം പാല് പുളിക്കുന്നതാണല്ലോ തൈര്, പുളിക്കും. ആസിഡ് ചേർന്ന് കഴിയുമ്പോൾ പുളിക്കും. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. സോ thus an acid is concentrated to dilute depending on the amount of water present in it. അപ്പൊ ഒരു ആസിഡില് എത്രത്തോളം വെള്ളം ചേരുന്നുണ്ടോ അതനുസരിച്ച് അതിന് ഡൈലൂട്ടഡ് ആയിരിക്കും. ചില ആവശ്യങ്ങൾക്ക് നമ്മൾ കുറച്ച് കൂടുതൽ, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് റബ്ബറിന്റെ ഈ പറഞ്ഞ നമ്മൾ ആസിഡ് ചേർക്കുന്ന പാലിനകത്തോട്ട്. അപ്പൊ ആ മിക്സ് ചെയ്ത് വെച്ച ആസിഡില് വെള്ളം ചേർത്ത് വെച്ചിട്ട് ഡൈലൂട്ടഡ് ആക്കിയിട്ടുള്ള, അല്ലാതെ വാട്ടറിന്റെ എമൗണ്ട് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. If you add more water, there will be acidity very less. And if you add less water, and acidity will be more with that acid. അപ്പൊ എന്താ സംഭവിക്കും, നമ്മുടെ ഷീറ്റിന് നമ്മളൊരു കറക്റ്റ് അളവിൽ ചേർക്കുന്നതിൽ ബുദ്ധിമുട്ട് വരും. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ടൈം കഴിഞ്ഞു. only 2 more minutes is left out. We'll wind up. Okay, bye then. എല്ലാരും പോയി അല്ലേ?